ഹായ്, എല്ലാവർക്കും എങ്ങനെയുണ്ട്? സുഖമാണോ? ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കോളിഫ്ലവർ കട്ട്ലറ്റ്. നമ്മളെല്ലാവരും സാധാരണ കട്ട്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റ് ആണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അമ്മയോട് പറയാം, അമ്മ എനിക്ക് കട്ട്ലറ്റ് വാങ്ങിച്ച് തരണേന്ന് പറയുമ്പോൾ അമ്മ പറയും, ഇല്ല നീ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കുമെന്ന് പറയും. അപ്പോൾ വീട്ടിൽ കോളിഫ്ലവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ രീതിയിലൊരു കോളിഫ്ലവർ കട്ട്ലറ്റ് അങ്ങ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യം കോളിഫ്ലവർ അങ്ങ് വേവിച്ചങ്ങ് വെച്ചു. അതിന് ശേഷം ഒരു ചട്ടിയിലൊക്കെ കുറച്ച് എണ്ണയും സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൊണ്ടിട്ട് അങ്ങ് നല്ലതുപോലെ അങ്ങ് ഇളക്കി. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, വീട്ടിലുള്ള മസാല, മുളക് പൊടിയും കൂടിയിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് അങ്ങ് മസാല രീതിക്ക് അങ്ങ് ഇളക്കി നല്ലതുപോലെ അങ്ങ് മൂപ്പിച്ചങ്ങ് വെച്ചു. അതിന് ശേഷം അമ്മ പറഞ്ഞു, നീ കോളിഫ്ലവർ വേവിച്ച് വെച്ചത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ കോളിഫ്ലവർ ഇട്ട് നല്ലപോലെ ഇട്ടങ്ങ് ഇളക്കി. അതിന് ശേഷം നല്ലപോലെ അമ്മ എനിക്ക് ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ച് തരാത്തതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അത് ഇടിച്ച് നല്ലപോലെ ഒരു പേസ്റ്റ് പോലെ അങ്ങ് ആക്കി വെച്ചു. അതിന് ശേഷം കുറച്ച് മൈദ, അതെൻ്റെ നേരത്തെ പരീക്ഷണത്തിൽ ബാക്കി വന്ന കുറച്ച് മൈദയായിരുന്നു. അപ്പോൾ അതുകൂടെ എടുത്ത് കളഞ്ഞ അമ്മ എന്നെ വഴക്ക് പറയുമെന്ന് പേടിച്ച് ആ മൈദയും കൂടെ ഞാൻ അതിനകത്തിട്ട് അങ്ങ് യോജിപ്പിച്ചങ്ങ് വെച്ചു. അതിനുശേഷം കുറച്ച് കട്ട്ലറ്റ് അല്ലേ, കുറച്ച് ക്രിസ്പിയൊക്കെ വേണ്ടതെന്ന് പറഞ്ഞ് കുറച്ച് അരിപ്പൊടിയും കൂടെ അങ്ങ് ഇട്ടു. എന്നോടാ കളി. പിന്നെ ഞാൻ അതിനെ നല്ലപോലെ കട്ട്ലറ്റ് വാങ്ങിച്ച് തന്നില്ലല്ലോ എന്നും പറഞ്ഞ് നല്ലപോലെ അങ്ങ് കുഴച്ച് വെച്ചു. അതിനുശേഷം എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ കുഴക്കണമെന്നായിരുന്നു. ആദ്യം ഞാനൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് അങ്ങ് നോക്കി. പക്ഷെ ഹാർട്ടിൻ്റെ ഷേപ്പ് എനിക്ക് ശരിയായില്ല. ഈ റൗണ്ട് ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ഓവൽ ഷേപ്പിൽ അങ്ങ് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി വെച്ചു. എന്നിട്ട് ഒരു മുട്ട ഉണ്ടായിരുന്നു. മുട്ടയെ കുറച്ച് വെള്ളവും പിന്നെ ബ്രെഡിൻ്റെ പൊടിയില്ലായിരുന്നു. ബ്രെഡിൻ്റെ പൊടിയില്ലെന്ന് പറഞ്ഞ് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അരിപ്പൊടി തന്നെ വെച്ചു. ആദ്യം മുട്ടയെ മുക്കി, പിന്നെ കുറച്ച് അരിപ്പൊടിയിലൂടെ മുക്കി, പിന്നെ ചൂടുള്ള എണ്ണയിലൂടെ ഇട്ടങ്ങ് വറുത്തങ്ങ് കോരി. എന്നോടാ കളി. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കട്ട്ലറ്റാക്കി വന്നു. ഞാൻ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. അമ്മ പറയും, ഇതെന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണോ കട്ട്ലറ്റ് ഉണ്ടാക്കേണ്ടുന്നത്? ആദ്യമേ ഞാൻ അമ്മയോട് മര്യാദയ്ക്ക് പറഞ്ഞില്ലേ എനിക്ക് ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ച് തരണേന്ന്. വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണമേ കഴിച്ചുള്ളൂ. ബാക്കി ഒരു 5-6 അമ്മയും കൊണ്ട് അങ്ങ് കഴിപ്പിച്ചു. എനിക്ക് ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ച് തരാത്തതിലുള്ള ദേഷ്യം ഞാൻ അങ്ങനെ തീർത്തു. ഇനി അമ്മ എനിക്ക് ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ച് തരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിത് നിർത്തുന്നു. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.